പല ബിസിനസ് ഓണേഴ്സിനും ഡൗട്ട് ഉണ്ട് ഈ കോം നടത്തുന്ന മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത ആളെ തന്നെ ആ പ്രൊഡക്റ്റിനെ തന്നെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഒരു iPhone 16 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നോക്കി, ഞാൻ ആ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ടിലേക്ക് ഇട്ടു. ഓക്കെ, ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 days എടുക്കാം. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്ത് നാളെ തന്നെ പർച്ചേസ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ ആ ഒരു കേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 days എടുത്തിട്ട് അവരെ കണ്ടിന്യൂസ് ആയിട്ട് റീമാർക്കറ്റ് ചെയ്യുക. ടൈം പീരീഡിൽ ആ ടൈം പീരീഡിൽ റീമാർക്കറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേറൊരു ഓഡിയൻസ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 60 daysന്റെ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ആ 60 daysന്റെ ഓഡിയൻസിൽ നിന്ന് ഈ പറഞ്ഞ 30 daysലെ ഓഡിയൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യും. മനസ്സിലായി. അപ്പം ഈ 31st day ഈ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് ചെയ്ത ആള് കാണുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പ്രൊഡക്റ്റിന് 10% ഓഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഇ കോമേഴ്സിൻ്റെ കേസിലാണെങ്കിലും മറ്റേ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള കേസിലാണെങ്കിലും ഏതൊരു നിഷിലും നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും.